ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് വാക്കുകൾ കിട്ടാതെ പതറിയിട്ടുണ്ട്. എക്സൈറ്റ്മെൻറ്റ് കാരണം എന്ത് പറയണമെന്നറിയാതെ എന്തൊക്കെയോ വായി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിലവിൽ നിൽക്കുന്നത്. നമസ്കാരം പ്രേക്ഷകരെ, കാന്താര ചാപ്റ്റർ 1 റിലീസായ ആദ്യ ഷോ കണ്ടിറങ്ങി. സത്യം പറയുകയാണെങ്കിൽ വാക്കുകൾ കിട്ടാനില്ല. അമ്മാതിരി തീ വെടിച്ചിൽ ഐറ്റം. ഈ സിനിമയുടെ റിലീസ് തൊട്ട് അല്ലെങ്കിൽ അതിൻ്റെ ട്രെയിലർ തൊട്ട് എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഹൈ ആണ്. അതായത് നമ്മൾ ക്ലൗഡ് ലെവലിലൊക്കെ നിൽക്കാൻ പറ്റുന്ന എക്സ്പെക്റ്റേഷൻസ് ആണ്. അങ്ങനത്തെ ഒരു ആകാശം മുട്ടയുള്ള എക്സ്പെക്റ്റേഷൻസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ അതിന് മുകളിൽ, അതായത് പ്ലാനറ്റും കടന്ന് മറ്റേ പ്ലൂട്ടോയും കടന്നൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ആ അവസ്ഥയാണ് നിൽക്കുന്നത്. അമ്മാതിരി തീപ്പടം, തീ, കാട്ടുതീ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഐറ്റം. ഇതിൻ്റെ നട്ടെല്ല്, ഇതിൻ്റെ ചോരയും നീരും ഒഴുക്കി കഷ്ടപ്പെട്ട് പണിയെടുത്ത സംവിധായകൻ, എഴുത്തുകാരൻ, സർവോപരി ഈ സിനിമയിലെ നായകൻ ഋഷഭ് ഷെട്ടിക്ക് ഹാറ്റ്സ് ഓഫ്. എന്നാ സാർ, എന്നാ കുടുംബമായി സാർ പണി വെച്ചിരിക്കുക എന്നൊക്കെ ചോദിക്കാം. എന്ത് ഐറ്റമാണ് സാർ? 2022 താങ്കൾ വന്ന് നടനമാടിയ ആ അവസാനത്തെ 30 മിനിറ്റ്, അതിനുശേഷം താങ്കൾക്ക് ഈ രാജ്യം തന്നെ മികച്ച നടന പുരസ്കാരം നൽകുന്നു. അതിനുശേഷം ഇതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുക എന്നൊക്കെ പറയത്തില്ലേ, നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്താൽ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും എന്നുള്ളതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് കാന്താര. എത്രയോ സിനിമകൾ ഇതിനു മുമ്പ് വന്നിട്ട് ആദ്യ ഭാഗം വന്നു, ഹിറ്റായി, രണ്ടാം ഭാഗം ദേ കിടക്കുന്നു ധൂം, താഴെ അവിടെ കിടപ്പുണ്ട്, ഇനി ആർക്കും വേണ്ട. ആ അവസ്ഥയിൽ പോകുമ്പോൾ കന്നഡ സിനിമ ഇൻഡസ്ട്രി ഈസ് റോക്കിംഗ് ഗൈസ്. KGF ചാപ്റ്റർ 1 വരുന്നു. ചാപ്റ്റർ 2 നിങ്ങൾ എടുത്തു നോക്ക്, 1-ന് മുകളിൽ വെക്കാം ചാപ്റ്റർ 2 KGFൻ്റെ. ആണോ അല്ലയോ? അല്ലെങ്കിൽ ചിലർക്ക് ഇപ്പോഴും KGF ചാപ്റ്റർ 1 ആയിരിക്കും ക്ലോസ് ടു ഹാർട്ട് ഉണ്ടായിരിക്കാം. എനിക്ക് KGF ചാപ്റ്റർ 2 ആണ് 1-നേക്കാൾ ഒരു പടി മുകളിൽ ഞാൻ വെക്കുന്ന ഐറ്റം. കാരണം ചാപ്റ്റർ 1 അന്നത്തെ നിർഭാഗ്യവശാൽ എനിക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ല. ഞാൻ TV-യിലും ഫോണിലൊക്കെയാണ് കണ്ടത്. ചാപ്റ്റർ 2 ഞാൻ തിയേറ്ററിൽ പോയി കണ്ടത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ആവേശവും കൊണ്ട് ഞാൻ ഇപ്പോഴും അതിന് മുകളിൽ വെക്കുന്നത് ചാപ്റ്റർ 2 ആണ്. അതുപോലെ കാന്താര 1 ഞാൻ പക്ഷേ തിയേറ്ററിൽ പോയി കണ്ടതാണ്. കാന്താര 1 എന്ന് പറയാൻ പറ്റില്ല, കാന്താര പാർട്ട് 1. ഓക്കെ, ഇത് പാർട്ട് 2 എന്ന് വിളിക്കുക. ചാപ്റ്റർ 1 ആണ് പാർട്ട് 2. അതായത് ഇന്ന് റിലീസായത് ചാപ്റ്റർ 1 ആണ്. പലപ്പോഴും അങ്ങനെ കുറേ കൺഫ്യൂഷൻ വരുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. പക്ഷേ അതിൽ കിട്ടിയ ആ സാധനം ഉണ്ടല്ലോ, അത് ഇതിലും കിട്ടിയെന്നേ. ഇതിൽ കിട്ടിയെന്ന് പറഞ്ഞാൽ ഇതിൽ നല്ല ഹെവി ഡോസ് ഐറ്റത്തിൽ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല. എനിക്ക് കാന്താര ആദ്യ ഭാഗം 2022 റിലീസ് ചെയ്ത കാന്താരയിൽ ആദ്യ പകുതി എനിക്ക് വലിയ രസമായിട്ടൊന്നും തോന്നിയില്ല. ഭയങ്കരമായ അങ്ങനെ പോയ ഒരു സിനിമയായിട്ടാണ് ഇത്. പക്ഷേ രണ്ടാം പകുതി ആയപ്പോഴേക്കും വേറെ തലത്തിലേക്ക് ആ സിനിമ പോയി. ഇവിടെ വരുമ്പോൾ അങ്ങനെയല്ല. ഇവിടെ വരുമ്പോൾ ആദ്യ പകുതി ഹ്യൂമർ കൊണ്ടങ്ങ് ആറാടുകയാണ്. ഞാൻ മലയാളമാണ് കണ്ടത്, കിടിലൻ ഡബ്ബിങ്, മലയാളത്തിൽ ഗംഭീര ഡബ്ബിങ്, നല്ല ഡയലോഗ്സ്, കേൾക്കാൻ ഭയങ്കര രസമുണ്ട്, ഒരു അപാകതയൊന്നുമില്ല, നല്ല രസത്തിൽ ഒഴുകുന്ന ഡയലോഗ്സ്. ചില തമാശകൾ മാത്രം ഒന്ന് വേറെ മാറ്റി എഴുതിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ വർക്കായെന്ന് തോന്നിയതല്ലാതെ, എന്നിട്ടും ആ ഡയലോഗ്സിൽ ഹ്യൂമർ വർക്കായി എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അത് വർക്കായി, കിടിലായിട്ട് വർക്കായി. ഫസ്റ്റ് ഹാഫ് ത്രൂ ഔട്ട് ഹ്യൂമറാണ്, ത്രൂ ഔട്ട് ഹ്യൂമർ. അങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ത്രൂ ഔട്ട് ഹ്യൂമർ അടിക്കുമെന്ന്. സെക്കൻഡ് ഹാഫ് ആയപ്പോഴേക്കും തീ മോനെ, ഔട്ട് ഓഫ് ദ വേൾഡ്. സിനിമയുടെ ബഡ്ജറ്റ് ഞാൻ അറിഞ്ഞിടത്ത് ഏകദേശം 125-130 കോടി. സ്ക്രീനിലുണ്ട് സാധനം, സ്ക്രീനിൽ 130 കോടി രൂപയുണ്ട്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. കന്നഡ സിനിമയും മലയാള സിനിമയും നൽകുന്ന ആ ഒരു ഹൈ ലെവൽ, അത് നമ്മൾ സിനിമ ഭയങ്കരമായി ആഗ്രഹിക്കുന്ന സിനിമാ സ്നേഹികൾക്ക് ഭയങ്കരമായിട്ട് കിക്ക് കിട്ടുന്നൊരു സാധനമാണ്. ബഡ്ജറ്റ് ഇത്ര ഉണ്ടെങ്കിൽ അത് സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാൽ കിട്ടുന്നൊരു സാധനം ഉണ്ടല്ലോ, നമുക്കുണ്ടെന്നേ ആ സാധനം. ആ കിട്ടുന്ന ഹൈ ഉണ്ടല്ലോ, അത് ചെറുതൊന്നുമല്ല, അത് ഈ പടത്തിലുണ്ട്. 125-130 കോടിയാണെങ്കിൽ സ്ക്രീനിൽ നിങ്ങൾ നോക്കിയിരുന്നു. ഋഷഭ് ഷെട്ടി അതിൽ നിന്ന് ഒരു പൈസ വേറെ എക്സ്ട്രാ കൊടുത്തായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആർട്ടിസ്റ്റുകളുടെ റെമ്യൂണറേഷൻ ഒക്കെ നിങ്ങൾ കൂട്ടിയ പോലെ അതിനകത്ത് 130 കോടി രൂപ കിട്ടും. അതാണ് ഞാൻ പറയണത്. അത് അമ്മാതിരി പടങ്ങൾ കിട്ടുക പറഞ്ഞാൽ വൺസ് ഇൻ എ ഇയർ ഓർ ട്വൈസ് ഇൻ എ ഇയർ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. അതിൽ മലയാള സിനിമ ഇൻഡസ്ട്രിയും കന്നഡയും, തമിഴും തെലുങ്കൊക്കെ വീട്, സാലറി കൊടുക്കാൻ വേണ്ടി മാത്രം ഉണ്ടാകുന്ന 2 ഇൻഡസ്ട്രികളാണത്. അതൊക്കെ മാറി വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിലല്ലല്ലോ നമ്മുടെ വിഷയം കാന്താര ചാപ്റ്റർ 1 അല്ലേ. ഇനിയാമോ ഗംഭീര പടം. അത് സൗണ്ട് മിക്സിങ് ചെയ്തേക്കുന്ന MR രാജാകൃഷ്ണനാണ്. തീ സാധനം. ഹോംബാലെ ഫിലിംസ് പ്രൊഡക്ഷൻ. അത് കാണുമ്പോൾ തന്നെ എന്തായാലും നമ്മൾ തിയേറ്ററിലേക്ക് മാടി വിളിക്കാന്നൊക്കെ പറയത്തില്ലേ, വാ മക്കളെ വാ, എന്നെ വിശ്വസിച്ച് വാ എന്ന് വിളിച്ച് കയറ്റുന്നത് പോലെ ഹോംബാലയുടെ പ്രൊഡക്ഷൻ. VFX ചെയ്യുന്ന റെഡ് ചില്ലീസാണ്. ക്ലാസി VFX. പെർഫോമൻസ് വൈസ് രുക്മിണി വസന്ത് തീ ആയിരുന്നു മക്കളെ, തീ. അതായത് രുക്മിണി വസന്ത് സത്യം പറഞ്ഞാൽ ഞാൻ കരുതിയിരുന്നെന്ന് പറഞ്ഞാൽ ചുമ്മാ വന്നു പോവും,
വെറുതെ വന്നു പോവും എന്നൊക്കെയായിരുന്നു. പക്ഷേ ഷീ ഹാസ് ദ ബെസ്റ്റ് ക്യാരക്ടർ ആർക്ക് ഇൻ ദിസ് ഫിലിം. ബെസ്റ്റ് ക്യാരക്ടർ ആർക്ക്. ഒരു പക്ഷേ ഋഷഭ് ഷെട്ടിയേക്കാളും മുകളിൽ നിൽക്കുന്ന ക്യാരക്ടർ ആർക്ക് പുള്ളിക്കാരിക്കുണ്ട്. ജയറാമേട്ടൻ എന്ത് രസമാണെന്ന് അറിയുകയാണ്. ഞാൻ വിചാരിച്ചത് പല സിനിമകളിലൊക്കെ പോയിട്ട് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുന്ന രീതിയിൽ എനിക്ക് അവസാനം ഗെയിം ചേഞ്ചറൊക്കെ കണ്ട് കരച്ചിൽ വന്നു. ആ രീതിയിലായിരിക്കും ജയറാമേട്ടൻ നിൽക്കുക എന്നുള്ളത്. പക്ഷേ അതിൽ നിന്നും മേളിൽ സാധനം അട്ടിച്ച് വിടുന്നുണ്ട്. ജയറാമേട്ടൊക്കെ ക്ലൈമാക്സ് പോർഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ രോമാഞ്ചം വരും. രോമാഞ്ചം അടിക്കും. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്, വിഷ്വല്, പ്രൊഡക്ഷൻ ഡിസൈനർ ബംഗ്ലൂരാണ്. ബംഗ്ലൂരിനൊക്കെ പറ്റി പറയേണ്ട കാര്യമൊന്നുമില്ല. ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ്, കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റ്, ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും അവരുടെ 110% കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഔട്ട്പുട്ടാണ് കാന്താര ചാപ്റ്റർ 1 എന്ന് വിളിക്കാം. ഈ സിനിമയിനകത്ത് അവസാനത്തിലേക്ക് വരുമ്പോഴേക്കും ഈ സിനിമ പെട്ടെന്ന് ആണ് സഡൻ ബ്രേക്ക് ഇട്ടുപോലെയാണ് ഈ സിനിമ നിന്നത്. ചേട്ടാ ഇതെന്ത് ഇങ്ങനെ നിർത്തിയേ എന്ന് ചിന്തിച്ചു പോയി. 2 മണിക്കൂർ 48 മിനിറ്റ് ഉണ്ട് സിനിമയുടെ ലെങ്ത്ത്. പക്ഷെ ഒറ്റ ചവിട്ട് പോലെയാണ് ഈ സിനിമ നിർത്തിയത്. പെട്ടെന്നൊരു സഡൻ ബ്രേക്ക്. നിങ്ങളൊരു 100 കിലോമീറ്റർ സ്പീഡിൽ പൊക്കോണ്ടിരിക്കുന്ന ഒരു കാർ പെട്ടെന്നൊരു പൂച്ച വല്ലതും കുറേ ചാടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? പെട്ടെന്നൊരു ബ്രേക്ക് പിടിക്കില്ല. ഒരു ബ്രേക്ക് അടിച്ചാണ് സിനിമ നിന്നത്. അതെന്തുകൊണ്ടാണ്? നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ലെങ്ത്ത് പോയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു തോന്നി. അതേ 2 മണിക്കൂർ 48 മിനിറ്റ് ഡ്യൂറേഷനുള്ള സിനിമയാണ്. കുറച്ചുകൂടെ ലെങ്ത്ത് പോയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നിപ്പോയത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്നാൽ പോലും പോയിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോയ സിനിമ. ഐ എം ടെല്ലിങ് യു ഗൈസ്, ദിസ് ഇസ് എ തിയേറ്റർ എക്സ്പീരിയൻസ് മൂവി. നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണുക. ഈ ഫോണിൽ കാണാനോ OTTയിൽ വരുമ്പോൾ കാണാനോ നിൽക്കരുത്. ഇറ്റ് ഡിമാൻഡ്സ് എ തിയേറ്റർ വാച്ച്. ഗംഭീരമായൊരു സൗണ്ട്, വിഷ്വൽ തിയേറ്ററിൽ പോയിട്ട് നിങ്ങളുടെ ഒരു 150-160 കൊടുത്തു കഴിഞ്ഞാൽ വർത്താണ്. അത് സിനിമ മൊത്തം നിങ്ങൾ കാണണമെന്നില്ല. വർത്ത് ഐറ്റങ്ങളുണ്ട്. വർത്ത് ഐറ്റമാണ് ഈ സിനിമ. നിങ്ങളുടെ പൈസയ്ക്ക് വർത്താണ്. അതുകൊണ്ട് ഈ സിനിമ ഉറപ്പാണ് ഇനി അങ്ങോട്ട് ടിക്കറ്റുകൾ കിട്ടാനും ഭയങ്കരമായ രീതിയിലുള്ള കളക്ഷനൊക്കെ കയറി പോകുന്നൊരു സിനിമ തന്നെയായിരിക്കും കാന്താര. സോ സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. കാണാത്തവർ ആണെങ്കിൽ തീർച്ചയായും ഓടിപ്പോയി വേഗം തിയേറ്ററിൽ പോയി സിനിമ കാണാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്.